ആദ്യം പോകുന്നത് കർണാടകയിലേക്കാണ്. DK ശിവകുമാർ മന്ത്രിസഭയിൽ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ജലസേചന മന്ത്രി രാമലിംഗ റെഡ്ഡിയാണ് രാജിവെച്ചത്. ബംഗളൂരു ഡെവലപ്മെന്റ് വകുപ്പ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. രേണുക രാജേന്ദ്രൻ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രേണുക, മനസ്സിലാക്കുന്നിടത്തോളം ഈ ബംഗളൂരു ഡെവലപ്മെന്റ് വകുപ്പ് നേരത്തെ DK കൈവശം വെച്ചിരുന്ന വകുപ്പാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വകുപ്പ് കിട്ടണം എന്ന് ഈ രാമലിംഗ റെഡ്ഡി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നോ? അത് രാജിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് രേണുക? തീർച്ചയായും സേഫ്, എന്തായാലും ഈ ഒരു ആവശ്യം തന്നെയാണ് എന്തായാലും രാമലിംഗ റെഡ്ഡിയും നിയമസഭയ്ക്കിടയിൽ അല്ലെങ്കിൽ ഈ മന്ത്രിസഭാ രൂപീകരണത്തിനിടയിൽ പല മുറകളായി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആരും തന്നെ ഇത് ചെവി കൊണ്ടില്ല. അതിനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഒരു രാജിയിലേക്ക് കടന്നത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അദ്ദേഹത്തിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന ഒരു വകുപ്പ് ജലസേചന വകുപ്പാണ്. അത് രാജിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരുന്നത് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ബംഗളൂരു നഗരവികസന ഡെവലപ്മെന്റ് വകുപ്പാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് DK ഇത് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. കർണാടകയെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഒരു നഗരവികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന വകുപ്പ് ഏറ്റവും വലിയൊരു വകുപ്പാണ്. ആഭ്യന്തര മന്ത്രിക്ക് സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിൽ എല്ലാവരും നോക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ്. ഈ ബംഗളൂരുവിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ കർണാടകയെ സംബന്ധിച്ചോളം നഗരവികസന വകുപ്പ് എന്ന് വേണം പറയാൻ. പക്ഷേ അദ്ദേഹം ചോദിച്ച വകുപ്പ് അദ്ദേഹത്തിന് ലഭിച്ചില്ല. പകരം ജലസേചന വകുപ്പ് ആണ് ലഭിച്ചത്. ഇതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു രാജിയിലേക്ക് ഈ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ രാജിയിലേക്ക് കടന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന് സമാനമായ രീതിയിൽ തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയായ DK തന്നെയാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പലരും പല രീതിയിലുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. താൻ ആവശ്യപ്പെട്ട വകുപ്പ് തനിക്ക് ലഭിച്ചില്ല എന്നതിനെ തുടർന്ന് തന്നെയാണ് എന്തായാലും രാമലിംഗ ഇപ്പോൾ അവിടെ ഒരു രാജിക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഇന്നലെ അടക്കം എന്തായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഇന്നലെ അടക്കം തന്നെ ഒരു സൂചന ലഭിച്ചിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം ഒരു രാജിയിലേക്ക് കടക്കും എന്നൊരു സൂചന ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊരു രാജിയിലേക്ക് തന്നെ കടന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത്. വകുപ്പ് വിഭജനം പല രീതിയിൽ എന്തായാലും നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു വലിയ രീതിയിൽ കേരളത്തിൽ നടന്ന രീതിയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ തന്നെ ഒരു ചർച്ചകളെല്ലാം പല ഘട്ടങ്ങളിലായി നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം രാജിയിലേക്ക് കടന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ രാമലിംഗ റെഡ്ഡി ഏതെങ്കിലും ഫ്രാക്ഷന്റെ ഭാഗമാണോ രേണുക? എന്ന് വെച്ചാൽ ഈ സിദ്ധരാമയ്യയുടെ പക്ഷം വല്ലതുമാണോ ഈ രാജി? വേറൊരു തരത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതയും പൊട്ടിത്തെറിയും അത് ഈ സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ മാറുമോ? അതോ ഇത് സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന രാജി മാത്രമാണോ? തീർച്ചയായും എന്തായാലും ഇതൊരു പക്ഷേ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കർണാടകയിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളടക്കം ഇത് തീരുമാനിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് ഒരു പരിധി വിട്ടുപോയാൽ ഹൈക്കമാൻഡ് പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ രീതിയിലുള്ളൊരു കോലിളക്കം തന്നെയാണ് ഈ രാജി സംബന്ധിച്ചുണ്ടാകുന്നത്. കാരണം ഇന്നലെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായത്. തൊട്ടു പിന്നാലെ ഒന്ന് നേരം പുലർന്നപ്പോഴേക്കും ഒരു രാജി എന്നൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എന്തായാലും ഒരുപക്ഷെ ഹൈക്കമാൻഡ് പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിന്റെ ആവശ്യം ഒരുപക്ഷെ അംഗീകരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മറുപടി അദ്ദേഹത്തിന് നൽകുകയോ ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മന്ത്രിസഭ രൂപീകരിച്ചൊരു 24 മണിക്കൂറിനുള്ളിൽ ഒരു മന്ത്രി വന്ന് രാജിവെക്കുക എന്ന് പറയുന്നത് കർണാടകയെ സംബന്ധിച്ചുള്ളത് വലിയ രീതിയിൽ ഒരു ബാഡായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് കടക്കുന്നത്. എന്തായാലും അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹത്തിന് ലഭിച്ചില്ല. പകരം ജലസേചന വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയത്. അതിൽ താൻ ഒട്ടും തൃപ്തിയല്ല എന്നൊരു കാര്യം കൂടി പലതവണയായി അദ്ദേഹം പറഞ്ഞിരുന്നു. നേതൃത്വം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ രാജിക്ക് പിന്നാലെ ഈ ഒരു വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. യെസ്, അപ്പോൾ 24 മണിക്കൂർ പിന്നിടുന്നതേ ഉള്ളൂ DK മന്ത്രിസഭാ പ്രവർത്തനം തുടങ്ങിയിട്ട്. DK മുഖ്യമന്ത്രി ആയതിനു ശേഷം 24 മണിക്കൂർ മാത്രം പിന്നിടുന്നതിനിടെ ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു DK രാമലിംഗ റെഡ്ഡി. അർബൻ ഡെവലപ്മെന്റ് വകുപ്പ് എന്നുള്ളത് നേരത്തെ DK കൈവശം വെച്ചിരുന്ന വകുപ്പാണ്. മൊത്തം ഉപമുഖ്യമന്ത്രി പദം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഗ്ലാമറുള്ള വകുപ്പും കൂടിയാണ് അർബൻ ഡെവലപ്മെന്റ് വകുപ്പ്. അത് ഈ രാമലിംഗ റെഡ്ഡി ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ ജലസേചന വകുപ്പ് അദ്ദേഹത്തിന് നൽകിയിരുന്നു. ജലസേചന വകുപ്പും കർണാടകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. പക്ഷേ ഈ അർബൻ ഡെവലപ്മെന്റ് വകുപ്പ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ രാമലിംഗ റെഡ്ഡി രാജിവെച്ചിരിക്കുന്നത്. ഈ രാജി സർക്കാരിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം വലിയ ഫ്രാക്ഷനും ഭിന്നതയും ഒക്കെ കർണാടക കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ഘട്ടത്തിൽ രാമലിംഗ റെഡ്ഡിയുടെ രാജി ഈ സർക്കാരിന്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും തലത്തിൽ അവതാളത്തിലാക്കുമോ എന്ന് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം. വിശദാംശങ്ങൾ നൽകിയത് രേണുക.